പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുൽസാറിന്റെ കവിതയായ ബാബ ഓർ ബാബ കി ചടി എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിതയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ വീഡിയോ കാണാം. पिंकी, पिंकी। जी पापा। मम्मी को दे दो समोसे। एक मिनट ये दादी के लिए। मेरी दवाई लाए? हाँ। वही पिंकी, क्या है? दवाई। पिंकी, जा पापा से पूछ क्या वो कितना लेंगे। पापा आपको दो दूं? नहीं, एक ही देना और जरा चाय का भी देखना। हाँ हाँ मम्मा बना रही है। ये नथुराम का है क्या? हाँ दादी, नथुराम के। ये लीजिए एप्पल। पता नहीं अब कैसे बनते होंगे। वैसे ही बनते हैं माँ, जैसे पहले बनते थे। पहले तो यूं बड़े बड़े बनते थे, असली घी में बनते थे, उसमें बादाम डाली हुई रहती थी। पता नहीं अब कैसे बनते होंगे। पिंकी जी एक टुकड़ा देना मुझे, थोड़ा चख लूं। कुछ नहीं मिलेगा आपको। एक टुकड़े में क्या हो जाएगा? क्या हो जाएगा? क्या मतलब क्या हो जाएगा? उल्टा सुल्टा खाते रहती हो, तबीयत खराब करते रहती हो। हमें और कोई काम नहीं है? कभी चिक्की छुपा के खाती हो तो कभी भुजिया, चाहे लूज मोशन की नदियां बहती रहें। 100 बार सुना चुका है। अब बच्ची हो, कुछ समझ नहीं पाती हो। तू अकेला ही समझदार है, मुझे कुछ आता ही नाही, जैसे यही अकेला समझदार है. कुठे जायचं, काय करायचं काही कळत नाही. एकटा जीव म्हणतात सदाशिव, काय करायचं. जायला पण कुठे जागा नाही. ही मुलं सगळे मागे लागतात, हे नको खाऊ ते नको खाऊ. कुठे जायचं, कुठे उभं राहायचं, कुठे राहायचं. കൂട്ടുകാരെ, വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? दादी, छोटी लड़की, पिता और माँ, ये सब इस कहानी का कഥാപാത്ര है. ചോട്ടി ലഡ്കിക്ക് വ്യവഹാർ कैसे थे? നമ്മുടെ ചെറിയ പെൺകുട്ടിക്ക് ദാദിയോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? ദാദിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കളിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ബേട്ട ക്യാ ലാത്താ ഹെ? എന്താണ് മകൻ കൊണ്ടുവന്നത്? ബേട്ട ഏക്ക് സമോസ ലാത്താ ഹെ. ക്യാ വോ ദാദി കോ ദിയ? ദാദിക്ക് നൽകിയോ? നഹി. ദാദി ക്യാ മാങ്തി ഹെ? ദാദി എന്താ ചോദിച്ചത്? ഏക് സമോസ ദേതു അല്ലെ? ഒരു സമോസ തരാൻ പറ്റുമോ എന്ന് ചോദിക്കണമെങ്കിൽ വൃദ്ധരായ വ്യക്തികൾക്ക് നമുക്ക് രോഗങ്ങളൊന്നും വരണ്ട എന്ന് കരുതിയിട്ട് ഒന്നും കൊടുക്കാറില്ല അല്ലെ? അന്തമേ ബേട്ട ദാദിക്കോ സമോസ ദിയ? അവസാനം ദാദിക്ക് മകൻ സമോസ കൊടുത്തായിരുന്നോ? അതല്ലേ, ദാദിയോടൊപ്പം ഇരുന്നു ഭക്ഷണം കഴിക്കുന്നു നമ്മൾ കണ്ടു അല്ലെ? ഇങ്ങനെ നമ്മൾ കുടുംബത്തിൽ നമ്മുടെ മുതിർന്നവരുമായിട്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കാനും അവരുടെ ആ വൃദ്ധാവസ്ഥയിൽ അവരുടെ ഒരു ആശ്രയമായി മാറണം ചെയ്യണമെന്ന ഒരു ഉപദേശം നൽകുന്ന കവിത കൂടിയാണ് ബാബ ഓർ ബാബ കി ചടി. ഈ കവിത എഴുതിയിരിക്കുന്ന ആരായിരുന്നു പറഞ്ഞത്? ഗുൽസാർ എഴുതിയത്. നമുക്ക് വരികളിലേക്ക് പോയാലോ? ആദ്യത്തെ വരികൾ നോക്കൂ. സാത്ത് സാത്ത് ചൽത്തേ ഹേ ദോനോ ബാബ ഓർ ബാബ കി ചടി. സാത്ത് സാത്ത് ചലന, ഇത്കാ അർത്ഥ ക്യാ ഹെ? ഒരുമിച്ച് സഞ്ചരിക്കുക. കോൺ കോൺ സാത്ത് സാത്ത് ചലത്തെ ഹെ? ആരൊക്കെയാണ് ഒരുമിച്ച് സഞ്ചരിക്കുന്നത്? ബാബ ഓർ ബാബ കി ചടി, ബാബയും ബാബയുടെ ചടിയും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. പെഹലെ വോ कहता है चल, बाहर चलते हैं. पहले वो कहता है, कहना क्या है? പറയുക. പെഹലെ വോ कहता है,
അദ്ദേഹം പറയുന്നു ഇവിടെ വോ കോൺ ഹെ, ഇവിടെ ആരെയാണ് വോ അല്ലെങ്കിൽ വാഹ് എന്ന് ഉദ്ദേശിക്കുന്നത്? ബാബാക്കോ, ബാബയെയാണ് ഉദ്ദേശിക്കുന്നത്. ക്യാ കഹത്താ ഹെ ബാബ, എന്താണ് ബാബ പറയുന്നത്? ചൽ ബാഹർ ചലത്തെ ഹെ, ബാഹർ ചലന, എവിടേക്ക് പോകാം നമുക്ക്? ബാഹർ, പുറത്തേക്ക് പോകാം. ഓർ ഉഠാ ലേത്തെ ഹെ ചടിക്കോ, എന്നിട്ടോ ഉഠാ ലേത്തെ ഹെ, എടുക്കുന്നു, എന്തിനെ? ഉസ് ചടിക്കോ, ആ ചടിയെ, ചടി ക്യാ ഹെ? ചടി യാനി ഊന്നുവടിയെ എടുക്കുന്നു. तो चढ़ी उस समय कहाँ था, എവിടെയായിരുന്നു ആ ചടി? बिस्तर पर जो लेटी हुई थी, बिस्तर पर जो लेटी हुई थी, കിടക്കയിൽ കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ കിടക്കയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? ഉസ് ചടി കോ ബിസ്തർ पर लेटी हुई थी, लेटना കിടക്കുക. तो बिस्तर पर क्या लेटी हुई थी? बिस्तर पर छड़ी लेटी हुई थी. फिर वो उसका हाथ पकड़ के बाहर चलती है. फिर वो उसका हाथ पकड़कर, हाथ पकड़ना കൈ പിടിച്ചുകൊണ്ട്, സഹാര ബന്ന, ആശ്രയമായി മാറിയിട്ട്, ബാഹർ ലാത്തി ഹെ, പുറത്തേക്ക് കൊണ്ടുവരുന്നു. കിസ്കാ ഹാത്ത് പക്കഡ്കർ? ചടി കാ ഹാത്ത് പക്കഡ്കർ ബാഹർ ലാത്തി ഹെ, പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു പക്ഷേ ആശ്രയമായി മാറി ബാബയെ പുറത്തേക്ക് ചടി കൊണ്ടുവരുന്നതുമായിരിക്കാം. സാത്ത് സാത്ത് ചലത്തെ ഹെ ദോനോ, അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് സഞ്ചരിക്കുന്നു. കോൺ കോൺ? ബാബ ഓർ ബാബ കി ചടി. ബച്ചോ യഹാ കോൺ സാത്ത് സാത്ത് ചലത്തെ ഹെ, ഇവിടെ ആരൊക്കെയാണ് ഒരുമിച്ച് സഞ്ചരിക്കുന്നത്? ബാബ ഓർ ബാബ കി ചടി. പെഹ്ലെ കോൺ ബാഹർ ചലനെ കോ കഹത്തെ ഹെ, ഇവിടെ ആരാണ് ആദ്യം പുറത്തേക്ക് പോകാൻ പറഞ്ഞത്? ബാബ. കോൺ ചടിക്കോ ഉഡാ ലേത്തെ ഹെ, ആരാണ് ചടിയെ എടുക്കുന്നത്? ചടിക്കോ ബാബ ഉഡാ ലേത്തെ ഹെ. ബിസ്തർ पर कौन लेटी हुई थी, ആരാണ് കിടക്കയിൽ ഉണ്ടായിരുന്നത്? ബിസ്തർ पर ചടി लेटी हुई थी. फिर उसका हाथ पकड़कर लाती है, കൈകൾ പിടിച്ചു കൊണ്ടുവരുന്നു. वो कौन होता है? वो बाबा होता है. बाबा किसको पकड़ते हैं? छड़ी को पकड़ते हैं. ഇവിടെ ബാബ छड़ी का आश्रय बन जाता है, तो छड़ी बाबा का भी आश्रय बन जाता है. ഇവിടെ ബാബ ചടിയുടെ ഒരു ആശ്രയമായി മാറുമ്പോൾ അതേപോലെ തന്നെ ചടി ആരുടെ ആശ്രയം മാറുന്നു? ബാബയുടെയും ആശ്രയമായി മാറുന്നു. ബാബയെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആരാണ് സഹായിക്കുന്നത്? ചടിയാണ് സഹായിക്കുന്നത്, അല്ലെ? ചടിയുടെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? ബാബ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം ആശ്രയമായി മാറുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാം, വോ ഉസ്കാ ഹാത്ത് പക്കഡ്കർ ലാത്തി ഹെ, യഹാ വോ കോൺ ഹെ, ആരാണ് ഇവിടെ വോ എന്ന് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ഇവിടെ ബാബാക്ക ഹാത്ത് പക്കഡ്കർ ചടി ബാഹർ ലാത്തി ഹെ, ബാബയുടെ കൈ പിടിച്ച് ചടിയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. തോ യഹാ വോ, ഇവിടെ വോ എന്ന് ആരതായിരിക്കും? ഇവിടെ ചടിക്കോ ആണ് വോ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആദ്യം പെഹലെ വോ കഹത്താ ഹെ, ആദ്യം അദ്ദേഹം പറയുന്നു, അവിടെ വോ ആരായിരുന്നു? വഹാ ബാബ വോ ഹെ. ലേക്കിൻ ഇവിടെ എത്തുമ്പോൾ, ഈ വരികളിലേക്ക് എത്തുമ്പോൾ വോ എന്നത് ചടിയെയാണ് ഉദ്ദേശിക്കുന്നത്. തോ ദോനോ ഏക് ദൂസരെ കാ ആശ്രയ ബനത്താ ഹെ, ഇങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഒരാൾ മറ്റൊരാളുടെ ആശ്രയമായി മാറുകയും ചെയ്യുന്നു. ഇനി സൈഡിലെ ചോദ്യം ഒന്ന് നോക്കിയാലോ. സാത്ത് സാത്ത് ചലത്തെ ഹെ ദോനോ ബാബ ഓർ ബാബ കി ചടി, ഇസെ ആപ്നെ ക്യാ സംജാ? ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമേ ഏക് ദൂസരെ കാ ആശ്രയ ബൻകർ ഹി ജീനാ ഹെ, നമുക്ക് ഒരാൾ മറ്റൊരാളുടെ ആശ്രയമായി മാറിയിട്ടാണ് ജീവിക്കേണ്ടത്. ഹമേഷ ജീവൻ മേ ആപ്പസ് മേ സാത്ത് ദേക്കർ ഹി ആകെ ബഡ്നാ ഹെ, ഹമേഷ ജീവൻ മേ, എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഏക് ആപ്പസ് മേ സാത്ത് ദേക്കർ, പരസ്പരം ഒരു ആശ്രയമായി മാറിയിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ് ചെയ്യേണ്ടത്. ഇവിടെ ജിസ് പ്രകാർ ബാബ ചടി കാ ആശ്രയ ദേത്താ, ചടി കിസ്കാ ആശ്രയ ബനത്താ ഹെ? ചടി ബാബ കാ ഭി ആശ്രയ ബനത്താ ഹെ. അടുത്ത വരികൾ നോക്കാലോ. പേജ് നമ്പർ 36. ചടി ഭഗാ ദേത്തി ഹെ कोई गली का कुत्ता भौंका तो, चढ़ी भगा देती है, भगा देना ओडिकुगा, किसको? कोई गली का कुत्ता भौंका तो, गली का कुत्ता തെരുവ് നായ ഭौंका तो കുരക്കുമ്പോൾ चढ़ी उसको भगा देती है. चढ़ी किसको भगा देती है? कुत्ते को भगा देती है, गली के कुत्ते को भगा देती है. तो कुत्ता भौंकते समय चढ़ी क्या करता है? चढ़ी उसको भगा देती है, അവനെ ഓടിക്കുന്നു, അല്ലെ? बाग तलक जाते हैं दोनों, बाग तलक जाते हैं, बाग तलक പൂന്തോട്ടം വരെ, बाग तलक का अर्थ क्या है? പൂന്തോട്ടം വരെ, जाते हैं പോകുന്നു, दोनों രണ്ടുപേരും, दोनों कहां तक जाते, എവിടെ വരെ പോകുന്നു? बाग तलक പൂന്തോട്ടം വരെ പോകുന്നു. थक जाए तो बाबा अक्सर चढ़ी पे माथा टेके, थक जाते हैं, ക്ഷീണിച്ചു പോകുമ്പോൾ അക്സർ എല്ലായ്പ്പോഴും ബാബ എന്താണ് ചെയ്യുന്നത്? ചടി പർ മാഥ ടെക്തേ,
ആ ചടിയിലേക്ക്, ആ ഊന്നുവടിയിലേക്ക് തന്റെ നെറ്റി വെച്ചിട്ട് കുറച്ചു നേരം വിശ്രമിക്കുന്നു. थक जाते हैं, ക്ഷീണിച്ചു പോകുമ്പോൾ ബാബ അക്സർ ക്യാ करते हैं, എന്താ ചെയ്യുന്നത്? ചടി പേ മാഥാ ടേക്ന. ടേക്ന इसका अर्थ क्या है? നെറ്റി വെക്കുക അല്ലെങ്കിൽ ഒരല്പനേരം വിശ്രമിക്കുക. ബെഞ്ച് पर बैठ भी जाते हैं और बेंच पर, ബെഞ്ചിൽ എന്ത് ചെയ്യുന്നു? बैठ भी जाते हैं, ഇരിക്കുകയും ചെയ്യുന്നു. ദക് ജാനെ പർ ബാബ കിസ്കെ സഹാര ബെഞ്ച് പർ ബൈഠേ, ആരുടെ ആശ്രയമായിട്ടാണ് ബെഞ്ചിൽ ഇരിക്കുന്നത്? ചടി കെ സഹാര, ചടിയുടെ ആശ്രയമായിട്ട് ബെഞ്ച് പർ ബൈഠേ ഹെ. ചടി ഹി ഉഠ്കർ കബി കബി ബാബാ കോ ദിഖാത്തി ഹെ. ചടി ഹി ഉഠ്കർ, ഈ ചടിയാണ് എഴുന്നേറ്റ് കബി കബി ചിലപ്പോഴൊക്കെ ബാബാക്കോ ദിഖാത്തി ഹെ, കാണിക്കുന്നത്. നയ നയ, പുതിയ പുതിയ, ജോ ബൗർ ക്യാ ഹെ? മാമ്പൂവ്. बौर का अर्थ क्या है? മാമ്പൂവ്. जो नए पेड़ों पर है, പുതിയ മരങ്ങളിൽ മാമ്പഴത്തിന്റെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ചെടിയാണ്. ആരെ കാണിക്കുന്നത്? ബാബയെ കാണിക്കുന്നത്. तो ചെടി ബാബാക്കോ ക്യാ ദിക്കാത്തി ഹെ, എന്താ കാണിക്കുന്നത്? നേ നേ ഭൗർ കോ ദിക്കാത്തി ഹെ, പുതിയ പുതിയ മാമ്പൂക്കളെ കാണിക്കുന്നു. तो नए नए भौर कहाँ दिखाई पड़ती है, എവിടെയാണ് കാണപ്പെടുന്നത്? पेड़ों में दिखाई पड़ती है. तो इस पंक्तियों को एक बार देखो, ഒന്നുകൂടി നോക്കിയാലോ. ചടി ബകാ ദേത്തി ഹെ, ചടി ബകാ ദേത്തി ഹെ, ഓടിക്കുന്നു. ഗലിക്ക് കുത്തേക്കോ, ആരെ? തെരുവ് നായ്ക്കളെ ഓടിക്കുന്നു. ഓർ ബാഗ് തലക് തക് ജാത്തെ ഹെ, എന്നിട്ടോ ബാഗ് തലക്, പൂന്തോട്ടം വരെ ആരെ കൊണ്ടുപോകുന്നു? ബാബക്കോ ലേ ജാത്തെ ഹെ. തക് ജാത്തെ ഹോ, ക്ഷീണിക്കുമ്പോഴോ? ബാബ ബാബ എല്ലായ്പ്പോഴും എന്താ ചെയ്യുന്നത്? ചടി പേ മാതാ ടേക്ക്, ചടിയിൽ നെറ്റി വെച്ചുകൊണ്ട് ബെഞ്ച് പർ ബേഠ് ജാത്തെ ഹെ, ബെഞ്ചിൽ ഇരിക്കുന്നു. ചടി ഹി ഉട്ക, ചടിയാണ് ബാബയെ എന്ത് ചെയ്യുന്നത്? ദിഖാത്തി ഹെ, കാണിക്കുന്നത്. എന്ത്? നേ നേ ഭൗർ കോ, പുതിയ പുതിയ മാമ്പൂക്കളെ. ജോ കഹാ ഹെ? നേ നേ പേടോ പർ, പുതിയ മരങ്ങളിൽ കാണാൻ കഴിയും. സൈഡിലെ ചോദ്യം നോക്കൂ. നയാ നയാ ജോ ഭൗർ ആയാ ഹെ നയാ നയെ പേടോ പർ, ഇസ്കാ താല്പര്യ ക്യാ ഹെ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യഹ നയാ ഭൗർ ഓർ നയാ പേട്, നയാ ഭൗർ ഓർ നയാ പേട് എന്തിന്റെയൊക്കെ പ്രതീകങ്ങളാവാം? तो മാനവ ജീവൻ में आने वाले नएपन और परिवर्तनों का, മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നയേപ്പൻ, പുതുമകളും ഓർ പരിവർത്തൻ, മാറ്റങ്ങളുടെയും പ്രതീകങ്ങളാണ്. ഓർ നയ അനുഭവവും ക, പുതിയ അനുഭവങ്ങളുടെയും പ്രതീകങ്ങളാണ്. ഇവിടെ ചെടി പുതിയ മരങ്ങളിലൂടെ അല്ലെങ്കിൽ പുതിയ മാമ്പൂക്കളിലൂടെ എന്താണ് കാണിക്കുന്നത്? മാറി വരുന്ന തലമുറയെ ബാബയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വരികൾ നോക്കൂ. ഏക് കദം ജോ വോ ചൽത്തി ഹെ, ഏക് കദം വോ ചൽത്താ ഹെ. ഏക് കദം ജോ വോ ചൽത്തി ഹെ, ഒരു ചുവടുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. യാനി ബാബ ഏക് കദം ചൽത്തി ഹെ തോ ഏക് കദം വോ ബി ചൽത്താ ഹെ, ഒരു ചുവടുകൾ ആരുകൂടി മുന്നോട്ട് വെക്കുന്നു? ചടി ബി ചൽത്തി ഹെ. तो चड़ी को आगे चलने के लिए बाबा का सहारा चाहिए और बाबा को आगे चलने के लिए चड़ी का सहारा चाहिए. ഇവിടെ ബാബയ്ക്ക് മുന്നോട്ട് പോകാൻ ആരുടെ ആശ്രയം വേണം? ചടിയുടെ, യാനി ഊന്നുവടിയുടെ ആശ്രയം വേണം. അതുപോലെ ചടിക്ക് മുന്നോട്ട് പോകാനോ ഊന്നുവടിക്ക് മുന്നോട്ട് പോകാൻ ബാബയുടെയും ആശ്രയം വേണം. और बाबा और चड़ी ആരൊക്കെയാണ്? ബാബ ഓർ ചടി ഏക് കദം ആകെ ചൽത്താ ഹെ, ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ അവർ മുന്നോട്ട് സഞ്ചരിക്കുന്നു. दोनों में से कोई अकेला नहीं चल सकता, ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അല്ലേ? दोनों में से कोई, രണ്ടുപേർക്കും अकेला नहीं चल सकता, ഒറ്റക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? नहीं. क्यों नहीं चल सकता? कि बाबा चड़ी की सहारा ही चलता है और चड़ी बाबा का सहारा चलता है. വൃദ്ധനായത് കൊണ്ട് നമുക്ക് ബാബയ്ക്ക് ഒറ്റക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല, കാലുകളെല്ലാം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ചടിക്ക് മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ ആരുടെ ആശ്രയം വേണം? ബാബയുടെയും ആശ്രയം വേണം. അതുകൊണ്ട് ദോനോ മേ സെ കോയി, രണ്ടുപേരിലും ഒരാൾക്ക് പോലും അഖേല നഹി ചൽ സക്ത, ഒറ്റക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹാത്ത് അഗർ ചൂട്ടേ തോ, ഒരാൾ മറ്റൊരാളുടെ കൈ വിട്ടു കഴിഞ്ഞാൽ ദോനോ ഗിർപെടുത്തേ ഹെ, രണ്ടുപേരും വീണു പോകുന്നു. ഹാത്ത് അഗർ ചൂട്ടേ തോ, കൈകൾ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദോനോ, രണ്ടുപേരും പിടിവിട്ടാൽ, ചൂട്ടന പിടിവിടുക. തോ ക്യാ ഹോത്താ ഹെ? ദോനോ ഗിർ പെടുത്തേ ഹെ, രണ്ടുപേരും വീഴുന്നു. ഇക് ജാവ ഇക് ബുഡ, ഇക് ജവാ ഹെ ഇക് ബുഡ ഹെ, ഇവിടെ ഒരാൾ ജവാ മത്ലബ് യുവക്, ഇവിടെ ഒരാൾ യുവാവും और एक ബുഡ ഹെ, ഒരാൾ വൃദ്ധനുമാണ്. ഫിർ ഭി ദോനോ കോ ഏക് ദൂസരെ കാ ആശ്രയ ചാഹിയെ, അപ്പോഴും എന്ത് ചെയ്യണം? രണ്ടുപേരും പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ബാബ ഓർ ബാബ കി ചടി. एक जवा है एक बूढ़ा, ഒരാൾ യുവകവും एक ബുഡ്ഢ होने पर भी दोनों को सहारा चाहिए, രണ്ടുപേർക്കും എന്ത് ചെയ്യണം? പരസ്പരം ആശ്രയം ആവശ്യമുണ്ട്. ഇവിടെ एक जवा एक ബുഡ്ഢ दोनों को ആശ്രയ चाहिए എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കുന്നത്?
ജവാക്കോ യുവാക്കൾക്ക് അവരുടെ അനുഭവങ്ങളിലൂടെയാണ് മുന്നോട്ട് വരാൻ കഴിയും. മുതിർന്നവരുടെ അനുഭവങ്ങളിലൂടെ ആ അനുഭവങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് യുവാക്കൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ വൃദ്ധർക്ക് എന്ത് ചെയ്യണം? അവരുടെ വാർദ്ധക്യത്തിൽ ആശ്രയമായി മാറേണ്ടത് ആരാണ്? യുവാക്കളാണ്. ഇങ്ങനെ യുവാക്കൾക്ക് മുതിർന്നവരും മുതിർന്നവർക്ക് യുവാക്കളും എന്തായി മാറുന്നു? ആശ്രയമായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ കവിതയിലൂടെ നമ്മളോട് വാർദ്ധക്യാവസ്ഥയിൽ അവരുടെ ആശ്രയമായി മാറാനും വൃദ്ധരുടെ ആശ്രയമായി മാറാനും അതുപോലെ തന്നെ വൃദ്ധരിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങൾ യുവാക്കൾക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാഠമായി മാറുകയും ചെയ്യുന്നു എന്ന ഒരു സന്ദേശം കൂടി എന്ത് ചെയ്യുന്നു ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കവിതാ ഭാഗങ്ങൾ ഇതുപോലെ വളരെ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് കവിതയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം. കവിതയുടെ ആശയം എഴുതാനുണ്ടാവും, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കവിതാക്കി ആശയിലേക്ക്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം കവിതയുടെ ആശയം തയ്യാറാക്കാൻ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.